ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തെക്കുറിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. മധ്യപൂർവ്വ മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ആഴത്തിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള നിർണായക നയതന്ത്ര ഇടപെടലായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയുമായി പുരാതനമായ നാഗരിക ബന്ധവും വിപുലമായ ഉഭയകക്ഷി സഹകരണവും പങ്കിടുന്ന 3 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് കാണുന്നതായി പര്യടനം ആരംഭിക്കുന്നതിന് മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ജോർദാനിലെത്തിയ പ്രധാനമന്ത്രിക്ക് അമ്മാനിലെ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ജാഫർ ഹസന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. ജോർദാനിലെ ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാനായി വിമാനത്താവളത്തിലെത്തിയിരുന്നു. ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ശ്രീ മോദിയുടെ സന്ദർശനം. 37 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ഇന്ത്യയിൽ നിന്നും ജോർദാനിലേക്ക് ഒരു സമ്പൂർണ്ണ ഉഭയകക്ഷി സന്ദർശനം നടക്കുന്നത്. അമ്മാനിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിനിധിതല ചർച്ച നടത്തി. ഭീകരത, തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കെതിരായ ജോർദാന്റെ ശക്തമായ നിലപാടിനെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജോർദാന്റെ ശക്തമായ പിന്തുണയുണ്ടാകുമെന്ന് അബ്ദുള്ള രണ്ടാമൻ ഇബ്നു അൽ ഹുസൈൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിൽ $5 ബില്യൺ പ്രതീക്ഷിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. हम ट्रेड, फर्टिलाइजर्स, डिजिटल टेक्नोलॉजी, इंफ्रा और पीपल टू पीपल टाइज जैसे क्षेत्रों में सहयोग आगे बढ़ाएंगे. योर मैजेस्टी, वैश्विक स्तर पर भी हम करीबी संपर्क में रहे हैं. गाजा पर शुरुआत से ही आपकी बहुत सक्रिय और सकारात्मक भूमिका रही है. हम सभी की आशा है कि इस क्षेत्र में शांति और स्थिरता बनी रहे. आतंकवाद के विरुद्ध हमारा साझा और स्पष्ट रुख है. आपके नेतृत्व में जॉर्डन ने आतंकवाद, उग्रवाद और रेडिकलाइजेशन के खिलाफ पूरी मानवता को एक सशक्त और रणनीतिक संदेश दिए हैं. मॉडरेशन को बढ़ावा देने के लिए आपके प्रयास क्षेत्रीय ही नहीं बल्कि वैश्विक शांति के लिए भी अत्यंत महत्वपूर्ण है. हम इस दिशा में मिलकर ठोस रूप से आगे बढ़ते रहेंगे. हम आपसी सहयोग के अन्य सभी आयामों को और सशक्त बनाएंगे. ജോർദാന്റെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനവും ഇന്ത്യയുടെ UPI സംവിധാനവും തമ്മിലുള്ള സഹകരണവും പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചു. ഇന്ത്യയിലേക്ക് വളങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യങ്ങളിൽ പ്രധാനിയാണ് ജോർദാൻ. ഇന്ത്യയിൽ ഫോസ്ഫേറ്റ് വളത്തിന്റെ ആവശ്യകത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജോർദാനിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ചർച്ചകൾക്കും സന്ദർശനം വഴിയൊരുക്കി. ആഗോള പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച കാഴ്ചപ്പാടുകളും ഇരു നേതാക്കളും പങ്കുവച്ചു. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അബ്ദുള്ള രണ്ടാമൻ രാജാവ് ഒരുക്കിയ അത്താഴവിരുന്നിലും ശ്രീ മോദി പങ്കെടുത്തു. തുടർന്നു നടന്ന ഇന്ത്യ ജോർദാൻ ബിസിനസ് ഫോറത്തിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. ഇന്ത്യ അവസരങ്ങളുടെ പുതിയ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ രാജ്യമാണ് ജോർദാനെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. भारत आज जॉर्डन का तीसरा सबसे बड़ा ट्रेडिंग पार्टनर है. मैं जानता हूं कि बिजनेस की दुनिया में नंबर्स का महत्व होता है, लेकिन यहां हम सिर्फ नंबर्स गिनने नहीं आए बल्कि हम लॉन्ग टर्म रिलेशनशिप बनाने आए हैं. एक जमाना था जब गुजरात से पेट्रा के रास्ते यूरोप तक का व्यापार होता था. हमारी फ्यूचर प्रॉस्पेरिटी के लिए हम वो लिंक्स फिर से रिवाइव करने होंगे और इसको साकार करने में आप सभी का महत्वपूर्ण योगदान रहेगा. പ്രധാനമന്ത്രിയുടെ ജോർദാൻ സന്ദർശനം രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകൾക്ക് ഏറെ ഗുണകരമായതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ജോർദാൻ പിന്തുണ അറിയിച്ചതായും മന്ത്രാലയ സെക്രട്ടറി നീന മൽഹോത്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഡിജിറ്റൽ മേഖലയിലെ ഇന്ത്യയുടെ അനുഭവ പരിചയം ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നതായും ശ്രീമതി നീന മൽഹോത്ര അഭിപ്രായപ്പെട്ടു.
digital transaction between the two countries. I think we have signed a letter of intent. You see, India's experience in the digital field is appreciated the world over. We have very famous schemes like UPI. We have done this JAM, Jan Dhan, Aadhaar and Mobile Trinity, which has been used very effectively in governance. In fact, we have DBT programs, etc. So these are the initiatives which attract many developing countries, many of our friendly nations and other nations also. So we have had, cooperation in the digital field with many countries, and Jordan is also keenly interested in this. പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു സുവർണാവസരമായി കരുതുന്നുവെന്ന് ജോർദാനിലുള്ള ഇന്ത്യൻ പ്രവാസി പാർവതി അച്യുത് പറഞ്ഞു. ആത്മവിശ്വാസവും ധൈര്യവും നിറഞ്ഞ ഒരു ഇന്ത്യയെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്നും ശ്രീമതി പാർവതി പറഞ്ഞു. പ്രധാനമന്ത്രി മോദിജിയെ നേരിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അതീവ വികാര നിർഭരമായൊരു അനുഭവം തന്നെയായിരുന്നു. അദ്ദേഹം ഒരു സർക്കാർ മാത്രം നയിക്കുന്ന നേതാവല്ല. അദ്ദേഹം ഈസ് ലീഡിങ് ദ റിനേസൻസ് ഓഫ് ഭാരത് എന്ന് തന്നെ പറയാം എന്ന് എൻ്റെ വ്യക്തിപരമായ വിശ്വാസമാണ്. ആത്മവിശ്വാസവും വ്യക്തതയും ധൈര്യവും നിറഞ്ഞൊരു ഇന്ത്യനെ ലോകത്തിന് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടം ഞാൻ വിശ്വസിക്കുന്നു വരും തലമുറകൾ അഭിമാനത്തോടെ ഓർക്കുന്ന കാലമാകും. ജോർഡനിൽ ഇന്ത്യക്കാരെ വളരെ സ്നേഹത്തോടെയാണ് ഹിന്ദ് എന്നാണ് അവർ സംബോധന ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ സംസ്കാരത്തോടും അവരുടെ ഒരു ആദരവും ആകാംക്ഷയും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ഭാരതത്തിന്റെ ഒരു സോഫ്റ്റ് പവറിന്റെ ഒരു ശക്തിയാണത്. പ്രധാനമന്ത്രി എത്തിയപ്പോൾ വന്ദേമാതരം വിളികളോടെ ആഹ്ലാദത്തോടെയും അദ്ദേഹത്തെ വരവേറ്റ നിമിഷങ്ങൾ ഓരോ ഇന്ത്യക്കാരുടെയും ഹൃദയത്തെ സ്പർശിച്ചു. ഈ ഒരു ഇന്ത്യൻ ജോർഡൻ റിലേഷൻ, ഈ ഒരു എസ്പെഷ്യലി ഈ ഒരു സന്ദർശനത്തിന് ശേഷം നമുക്ക് വിശ്വസിക്കാം ഇത് കൂടുതൽ ശക്തമാകുമെന്ന്. തനതായ മഹത്തായ ഒരു സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ രണ്ട് രാജ്യങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങളും കാത്തിരിക്കുന്നു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിലെത്തി. ശ്രീ മോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണ് ഇത്. 2 ദിവസത്തെ സന്ദർശനത്തിനിടെ നൊബേൽ സമ്മാന ജേതാവായ എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ, ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ, കൃഷി, ഖനനം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ എത്യോപ്യ ബന്ധത്തെ തന്ത്രപര പങ്കാളിത്തത്തിന്റെ തലത്തിലേക്ക് ഉയർത്താൻ ഇരു നേതാക്കളും തമ്മിൽ ധാരണയായി. ഗ്ലോബൽ സൗത്ത് പങ്കാളികൾ എന്ന നിലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കുന്നതിന് ഇരു രാജ്യങ്ങളും തുടർന്നും സംഭാവന നൽകുമെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണമുണ്ടായപ്പോൾ എത്യോപ്യ നൽകിയ ഐക്യദാർഢ്യത്തിന് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തന പരിശീലനം, കസ്റ്റംസ് സംബന്ധമായ പ്രവർത്തനങ്ങളിൽ പരസ്പര സഹായം, എത്യോപ്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ഡാറ്റാ സെന്റർ സ്ഥാപിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട 3 ധാരണാപത്രങ്ങൾ ഇരു നേതാക്കളും കൈമാറി. ഇന്ത്യ എത്യോപ്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തിയതിനുള്ള സംഭാവനകൾക്ക് എത്യോപ്യയുടെ പ്രധാനമന്ത്രി അബി അഹമ്മദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ സമ്മാനിച്ചു. ലോകത്തിലെ പുരാതന സംസ്കാരങ്ങളിലൊന്നായ എത്യോപ്യയുടെ പുരസ്കാരം സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുഗങ്ങളായി ഉഭയകക്ഷി ബന്ധം സജീവമായി നിർത്താൻ പിന്തുണച്ച എല്ലാ ഇന്ത്യക്കാർക്കും എത്യോപ്യക്കാർക്കും പുരസ്കാരം സമർപ്പിക്കുന്നതായും ശ്രീ മോദി അറിയിച്ചു. എത്യോപ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. പുരാതന ജ്ഞാനവും ആധുനിക ലോകത്തിനു ചേർന്ന ദർശനങ്ങളും സംയോജിപ്പിക്കുന്ന നയങ്ങളാണ് ഇന്ത്യയും എത്യോപ്യയും പിന്തുടരുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ എത്യോപ്യ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലും എത്യോപ്യയുടെ സമൃദ്ധിക്കും ഇന്ത്യൻ അധ്യാപകരും വ്യവസായികളും നൽകിവരുന്ന സംഭാവനകളും അദ്ദേഹം എടുത്തു പറഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ മുന്നേറ്റത്തിനായി ഗ്ലോബൽ സൗത്ത് രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും എത്യോപ്യയും ഒരുമിച്ച് നിൽക്കണമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൽ എത്യോപ്യയുടെ ഐക്യദാർഢ്യത്തിനും അദ്ദേഹം നന്ദി അറിയിച്ചു. We are natural partners in regional peace, security and connectivity. I take this opportunity to thank Ethiopia for your solidarity after the terrorist attack in India in Pahalgam in April. I also thank you for receiving our all-party parliamentary delegation so warmly and for affirming the commitment of zero tolerance towards terrorism.
അഡിസ് അബാബയിലെ അദ്വ വിജയ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിച്ചു. 1896 അദ്വ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത എത്യോപ്യൻ സൈനികരുടെ സ്മാരകമാണ് ഇത്. എത്യോപ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. മസ്കറ്റ് വിമാനത്താവളത്തിൽ ഒമാന്റെ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. വിവിധ മേഖലകളിൽ ഇന്ത്യ ഒമാൻ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയോടനുബന്ധിച്ച് ഇന്ത്യയും ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറിന് ധാരണയായി. ഇതു സംബന്ധിച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒമാൻ സുൽത്താന്റെയും ശ്രീ മോദിയുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ഒമാൻ വാണിജ്യമന്ത്രി ഖായിസ് അൽ യൂസഫും കരാറിൽ ഒപ്പുവച്ചു. മസ്കറ്റിലെ ഇന്ത്യൻ പ്രവാസികളുമായും പ്രധാനമന്ത്രി സംവദിച്ചു. മസ്കറ്റിൽ നടന്ന ഇന്ത്യ ഒമാൻ ബിസിനസ് ഫോറത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ഇന്ത്യയും ഒമാനും തമ്മിലുള്ളത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സമുദ്ര വ്യാപാര പങ്കാളിത്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. सभ्यता के आरंभ से ही हमारे पूर्वज एक दूसरे के साथ मैरीटाइम ट्रेड कर रहे थे. अक्सर कहा जाता है कि समंदर के दो किनारे बहुत दूर होते हैं, लेकिन मांडवी और मस्कत के बीच अरब सागर एक मजबूत ब्रिज बना है. एक ऐसा ब्रिज जिसने हमारे रिश्तों को मजबूत किया, कल्चर और इकोनॉमी को ताकत दी. आज हम विश्वास के साथ कह सकते हैं कि समंदर की लहरें बदलती हैं, मौसम बदलते हैं, लेकिन भारत ओमान की दोस्ती हर मौसम में और मजबूत होती है. ഒമാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാൻ സുൽത്താൻ സമ്മാനിച്ചു. ഇന്ത്യയും ഒമാനും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചതിന്റെ 70ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിലെ സന്ദർശനത്തെക്കുറിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലമി ജി നായർ. തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ. അവതരണം നരേന്ദ്രമോഹൻ.